തുടങ്ങാം. ആ Again, good morning. prompt ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ രാജാ സാർ ഇന്നലെ ഇട്ടുന്നത് AI ചെയ്തതാണ് തോന്നുന്നത്. രാജാ സാർ ഇന്നില്ലാന്ന് തോന്നുന്നു. അത് പക്ഷെ മലയാളത്തില് കുഴപ്പമില്ല അത് ഇതാണ്. കുഴപ്പമില്ല. ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ChatGPT വേറെ അതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ്. ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ ഒരു ടൂള് ബിങ് ആണ് അല്ലെ? ആർട്ടിന്റെ ഒരു ടൂള് ബിങ് ആണ്. ജോർജ് സാറിനോട് ഒന്ന് മൈക്ക് ഓഫ് ചെയ്യാൻ പറയാം. ജോർജ് സാറെ മൈക്ക് ഒന്ന് മ്യൂട്ടാക്കോ? ഏതാണ്? ജോർജ് സാറെ മൈക്ക് മ്യൂട്ടല്ല, ഭയങ്കര ശബ്ദമാണ്. ഒന്നും മ്യൂട്ടാക്കാത്തതൊന്നും മ്യൂട്ടായിട്ടുണ്ട്. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇവിടെ ഒരു പ്രോംപ്റ്റ്, ഫോട്ടോഗ്രാഫി ഓഫ് ആംഗ്രി ഫുഡ് ബോഡീസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു ടേമുണ്ട്. ആ ടേമുകളൊക്കെ നമുക്ക് നോക്കണം. 8 റിയലിസ്റ്റിക്. രണ്ട് പദങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. 8K എന്ന് പറയുമ്പോൾ നമ്മള് ക്യാമറയായിട്ട് ബന്ധപ്പെട്ടതാണ്. റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ അറിയാൻ കഴിയുള്ളൂ അല്ലേ? 8K റെസൊല്യൂഷൻ, 4K റെസൊല്യൂഷൻ അത് അറിയാവുന്നതായിരിക്കും. പിന്നെ റിയലിസ്റ്റിക് ആണോ സിനിമാറ്റിക് ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. ഇതിൽ കൊടുത്താൽ എന്ത് റിസൾട്ട് വരും നോക്കാം. സ്റ്റണ്ണിങ് പിക്ചർ കിട്ടിയിരുന്നു. വേറൊരു അതിന് മുമ്പ് നമുക്ക് ഇത് നമ്മൾ വേറൊരു ടൂൾ പഠിച്ചിരുന്നത് ഏതായിരുന്നു സാറേ? വേണ്ട, ഇത് കൂടാണ്ട് ബിങ് കൂടാണ്ട് മറ്റൊരു ടൂൾ നമ്മൾ പഠിച്ചിരുന്നു. ഐഡിയോഗ്രാം. അത് നേരത്തെ അവിടെ കൊടുത്ത് നോക്കാം. എന്ത് നോക്കാം.
ഹൈറ്റ് റെസൊല്യൂഷൻ കുറച്ചുകൂടെ കിട്ടി, കുറച്ചുകൂടെ ഇതിനേക്കാൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഒക്കെ അല്ലേ? ടൂള് മാറിയപ്പോൾ അതിന്റെ ക്ലാരിറ്റിയിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന്റെ അനുസരിച്ച് കൊടുത്ത പ്രോംപ്റ്റില് ഈ ഭാഗങ്ങളാണ്, അതായത് 8K അത് മാറ്റി കൊടുത്ത് നോക്കിയാൽ അതിന്റെ വ്യത്യാസമാണ്. 8K എന്ന് പറയുമ്പോൾ നമ്മള് ക്യാമറയുടെ റെസൊല്യൂഷനാണ്. ക്യാമറയുടെ അതുപോലെ ക്യാമറയായിട്ടുള്ള ആർട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കുറച്ച് കൂടുതൽ സജ്ജിതമാണ്. രാജാസ് മോർണിംഗ് അതുകൊണ്ട് മ്യൂട്ടാണ്. ഇന്നലെ ഏത് ഉപയോഗിച്ചാണ് സാർ അത് ചെയ്തത്? നമ്മള് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് ഇന്നലെ ChatGPT-യില് വെറുതെ നോക്കിയതാ. ChatGPT ചെക്ക് ചെയ്താണ് അല്ലേ? നന്നായിട്ടുണ്ട്. ഇത് നമ്മള് വിചാരിക്കലായിട്ടും കൂടുതൽ സ്പഷ്ടമായിട്ട് ചെയ്തിരിക്കണേ. അതെ പ്രാക്ടീസ് ചെയ്യണം. നമ്മളെ കൊടുക്കുന്ന പ്രോംപ്റ്റ് വ്യത്യാസപ്പെടുത്തി വരുമ്പോൾ കുറെ ക്ലാരിറ്റി കിട്ടും. ഇത് നമ്മള് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രോംപ്റ്റിംഗ് ആണ്. ഇത് നമ്മൾ ചെയ്തു. അടുത്തൊന്നും നോക്കാം. മൈക്രോസോഫ്റ്റ് പിങ്ങിൽ ആദ്യം കൊടുത്തു നോക്കാം. ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാൻ പറ്റുമോ സാറ്? അതെ, ആ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാൻ പറ്റും നമുക്ക് ഇതില്? ഇവിടെ മഴയായതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ട്. ഒന്ന് സൗണ്ടിൽ പറയോ? ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ പിന്നെ വേറെ ഏതൊക്കെ ആദ്യം രണ്ടാമത്തെയാണോ? ആദ്യത്തെ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണോ മാറ്റേണ്ടത്? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ഇത് പിന്നെ നമുക്ക് ഇതിൽ സാധ്യമാണെന്ന് ജനറേഷൻ മാത്രമേ നടക്കുള്ളൂ. അത്രയ്ക്ക് ഡീപ്പായിട്ട് നോക്കിയിട്ടുണ്ട്. സാധിക്കുമായിരിക്കും. ഇതൊക്കെ ഉണ്ട്. പിക്സൽ ആർട്ട്, വാട്ടർ കളർ, മാമിന് കുറച്ചുകൂടെ ഇപ്പൊ മനസ്സിലാവും. ബ്ലോക്ക് പ്രിന്റ്, ആർട്ട് ഡെക്കോ, ഇത് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റമായിരിക്കും. ഇനി നമ്മൾ പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ മറ്റൊരു ടൂൾ ഉണ്ടോ ഞാൻ പറഞ്ഞത്. റിമൂവ് ഡോട്ട് ബിജി കേട്ടിട്ടുണ്ടോ? ഇവിടെ ഒന്ന് രണ്ടോട്ട് പറഞ്ഞിട്ടുള്ള ടൂളുണ്ട്. ഇതിനകത്ത് അപ്ലോഡ് പറയുക. ഏതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറണ്ടായെങ്കിൽ അത് അപ്ലോഡ് പറഞ്ഞാൽ മതി.
ബാക്ക്ഗ്രൗണ്ട് മാറി വരുന്നു. ഉവ്വ് ഉവ്വ് ഉവ്വ്. അത് റിമൂവ് ഡോട്ട് ബി ജി. റിമൂവ് ബിജി. കോപ്പൈലറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ബിങ്ങിൽ ഇത് കൊടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയത്. നമ്മൾ ഐഡിയോഗ്രാം കൊടുക്കുന്നു. അവിടെ ഒരുപാട് ടൂളുകളുണ്ട് കേട്ടോ. പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ലിയനാർഡോ എ എന്ന് കേട്ടിട്ടുണ്ടോ? ലിയനാർഡോ എ ഒരു പിക്ചർ ക്രിയേഷൻ ടൂളാണ് എഐന്. ഒട്ടനവധി ടൂളുകൾ നോക്കാം. വ്യത്യാസമുണ്ട് അല്ലേ? ഐഡിയോഗ്രാമിൽ കുറെ കൂടെ ക്ലാരിറ്റി വരും ഇങ്ങനെ വേണ്ടി എനിക്ക് തോന്നുന്നു. വ്യത്യസ്തമാണ്. എന്നിരിക്കുന്ന ചിത്രങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. ഇത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യണം. മറ്റേത് അത്ര അങ്ങനെയല്ല. ഏതാണ് ആർട്ടിഫിഷ്യൽ തോന്നുന്നത്? ഇതോ? ബിങ്ങിൽ ചെയ്ത് ഇതാണ് റിയാലിറ്റിക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത്. അല്ലല്ല, മറ്റേത് ഐഡിയോഗ്രാമിൽ വന്നതല്ലേ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത്. അതെ അതെ അതെ. ബിങ്ങിന്റെ പ്രത്യേകത നമുക്ക് ഞാനൊന്ന് പറഞ്ഞിരുന്നു, 15 വരെ നമുക്ക് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾസ് നോക്കാം. നമ്മളുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രോംപ്റ്റുകൾ കൊടുക്കാം. നമ്മളുടെ സിറ്റി സ്കൈലൈൻ്റെ ഫോട്ടോസ് പിക്ചറാണ് ചോദിച്ചത്. ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഐഡിയോഗ്രാം എങ്ങനെ ചെയ്യാം. ഇവിടെ ഇത് ശ്രദ്ധിക്കാം നിങ്ങൾ. അതായത് ഇതാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് നാഷണൽ ഫ്രീ ഉണ്ടോ 42 നോട്ട് ടെക്സ്റ്റ് ബ്ലാർ എന്നൊക്കെ പറയുന്നത് ഒരു ടെക്നിക്കൽ ടേമാണ്. എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം മങ്ങിയ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടൊരു ക്യാമറയുടെ റെസൊല്യൂഷനും ചെയ്യണം. അപ്പൊ അത്തരം ടേമുകളാണ് നമുക്ക് അറിയേണ്ടത്.
ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ ആവുള്ളൂ കേട്ടോ. നമ്മൾ തന്നെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നമ്മുടേതായിട്ടുള്ള ഐഡിയ നല്ല സ്റ്റണ്ണിങ് ആയിട്ടുണ്ട്, കുറച്ച് കളർഫുൾ ആണ് അല്ലേ? എനിക്ക് ഫീൽ ചെയ്യും ഐഡിയ. മൈക്രോസോഫ്റ്റ് വേർഡ് കേൾക്കണ്ട. അറിയില്ല. ആ വണ്ടി എന്തിനാ അടക്കണം വരുന്നോണ്ട് വന്നു. ഹലോ, ടൂർ പോകാൻ വേണ്ടി വന്നാ മണിക്കൊന്നും വീട്ടിയാണ്. ഇത് ആർട്ടിലെ കുറച്ചുകൂടെ ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം. ഞാനൊന്ന് വായിക്കാം, കാരണം ക്രിയേറ്റ് ആൻ ഇംപാസ്റ്റോ സ്റ്റൈൽ പെയിന്റിങ് കേട്ടിട്ടുണ്ടോ? ഷിജിനമാൻ കേട്ടിട്ടുണ്ടാവും. ഇംപാസ്റ്റോ സ്റ്റൈൽ പെയിന്റിങ്, അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്തു തരാൻ എനിക്കറിയില്ല. അതൊരു ടെക്നിക്കൽ ടേം ആയിട്ടാണ്. അതിനകത്ത് ബ്രഷിന്റെ സ്ട്രോക്ക് ഷുഡ് ബി തിക്ക് ആൻഡ് ലെയർഡ്, giving a sense of depth and immersion of artwork. ബ്രഷിന്റെ അതായത് അതിന്റെ കട്ടി അല്ലേ പറയുന്നു. ബാക്ക്ഗ്രൗണ്ട് ഷുഡ് ബി ഡ്രാമാറ്റിക് ആയിരിക്കണം, റിയലിസ്റ്റിക് ആവണ്ടെന്നാണ്. അങ്ങനെയുള്ള കുറച്ച് ടേമുകളുള്ള നമ്മളത് പഠിച്ചെടുക്കുക തന്നെ വേണം. അറിയുന്ന ഐഡിയ എല്ലാം നോക്കാം. ഇത് ശരിക്കും ഇത് ശരിക്കും പെയിന്റിങ്ങിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അതാണ് അതിന്റെ ഇംപാസ്റ്റോ സ്റ്റൈൽ പെയിന്റിംഗ് എന്ന് കൊടുത്തിരിക്കുന്നതാണ്. പെയിന്റിങ്ങിന്റെ അതേ പെയിന്റിംഗ് പോലെ തന്നെ. അതന്നെ. ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ മാമിന് ഇട്ട് തരാം. മാമിന് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കട്ടോ. നമുക്കത് കോപ്പയിലെത്തി കൊടുക്കാം. വീട്ടിൽ എന്താ കിട്ടാൻ നോക്കാം. പോരാ. മൈക്രോസോഫ്റ്റ് പോലെ നടക്കും.
കുറച്ചൊരു സ്റ്റണ്ണിങ് ആയിട്ടുള്ളത് അതിലിരിക്കാൻ തന്നെ. അതായത് പെയിന്റിങ്ങിൽ തന്നെ എഫക്റ്റ് ആണ് അത്, മനസ്സിലായ? ആ അതാണ് സംഭവം. അല്ലാണ്ട് ഇത് ഓരോ പെയിന്റിങ്ങുകളുണ്ട്, ഒരേ കളറിനനുസരിച്ചിട്ടുള്ളതും. പിന്നെ മറ്റേ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയ സൂര്യനാണ് അവിടെ, സൂര്യന്റെ വെളിച്ചമാണ് അത്. അപ്പൊ അതിന്റെ എഫക്റ്റ് ഇപ്പുറത്തേക്ക് വരുമ്പോ അത് ബ്ലാക്ക് കരിനീലൊക്കെ ആയിട്ടാ മാറുള്ളൂ. അത് വേറൊരു വേർഷൻ ആണ് അത്. അതിന്റെ പെയിന്റിങ് തന്നെ പലതരം ഉണ്ട്. ഇവിടെ വേറെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അതന്നെ അത് നമ്മ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അതിന്റെ കളറിങ് ഇപ്പൊ നമ്മളെ ഈ ഇമേജിന്റെ ഈ മനുഷ്യരൂപത്തിന്റെ അതിൽക്ക് വരുള്ളൂ. അങ്ങനെയാണ് അത്. നമുക്കത് കാണുമ്പോ അങ്ങനെ തോന്നും, പക്ഷെ ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഇങ്ങനൊരു അവസരം കിട്ടിയതുകൊണ്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കടം മാറി. കാരണം വരയ്ക്കാൻ അറിയില്ലെന്ന് വിചാരിച്ചിരുന്ന പെയിന്റിംഗ് ഒക്കെ കണ്ടമാനം ചെയ്തിട്ടുള്ളതാണ്. പെയിന്റിങ്ങും അതെ. അല്ല, ഞാൻ എന്റെ കാര്യം പറയല്ലേ, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ആ എന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കഴിവ് കിട്ടിയിട്ടില്ല. ഇതിലൂടെ ചെയ്യാലോ. ഇങ്ങനത്തെ പെയിന്റിങ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇത് ഞാൻ ഐഡിയോഗ്രാമിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലും ചെയ്ത് നോക്കണം. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ചെയ്യുന്നതായിട്ട് നോക്കണം. പക്ഷെ വരക്കണവർക്ക് വരച്ചാ തന്നെ തൃപ്തി കിട്ടുള്ളൂ. അങ്ങനെ ഇതിപ്പോ വരച്ചാലുള്ള തൃപ്തി കിട്ടില്ല, അതൊരിക്കലും കിട്ടില്ല. ഇതില് ഒരു എഫേർട്ടും ഇല്ലല്ലോ, വെറുതെ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇത് ഒരു ആർട്ടാണ്. കാരണം ഇതിപ്പോ നമ്മള് ഓൾറെഡി ഉള്ളത് കോപ്പി പേസ്റ്റ്. ഇതിലെ ആർട്ട് എന്ന് പറയുന്ന പ്രോംപ്റ്റ് ആണ്. ആർട്ട്. അതെ അപ്പൊ അതൊരു ആർട്ടാണ്. പക്ഷെ നമ്മളിത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തോന്നുന്നു. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇതിലേക്ക് മാറ്റിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ അതും നല്ലത്. മറ്റേ പെയിന്റിംഗ് എന്ന് പറയുന്നത് എഫേർട്ട് എടുത്ത് എത്ര ദിവസം കൊണ്ടാ തീരാന്നറിയാമോ? ആഴ്ചകളും എടുക്കും. അല്ല, അത് കഴിഞ്ഞിട്ടുള്ള സംതൃപ്തി ഇതിന് കിട്ടില്ലേ? അത് ശരിയാണ്. അത് നമ്മ വരച്ചു കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഒരു ആത്മസംതൃപ്തിയാണ്. അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അത് നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് ഭയങ്കര ഒരു ഇതാ. നോക്കി നിന്നാലും മതിയാവില്ല നമുക്ക്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. അതെ അത് ശരിയാണ്. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റി. ചിലപ്പോ അത് കംപ്ലീറ്റ് ആവാൻ മാസങ്ങൾ എടുക്കും അല്ലേ? പിന്നെ അതല്ല, അപ്പളേക്ക് അടുത്ത തോട്ട് കയറി വരും. നമ്മള് ഇനിയും മതിയാവാണ്ട് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക നോക്കിയിട്ട്. സമയം പിടിക്കേ. പെൻസിൽ ഡ്രോയിങ് പോലല്ല പെയിന്റിങ്ങിന് സമയം വേണം. പക്ഷെ ഇതിന് നല്ല ക്ഷമ വേണം. ക്ഷമ ഉള്ളവർക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്കൊന്നും പറ്റൂല. അങ്ങനെ ഒരു കാര്യമുണ്ട് പെയിന്റിങ്ങിന്, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് അടുത്ത ഹൈപ്പർ റിയലിസ്റ്റിക് ആൻഡ് സിനിമാറ്റിക് റെപ്രസെന്റേഷൻ, ആ ഒരു വേർഡാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇമേജിന്റെ റെസൊല്യൂഷൻ ഹൈ ഡെഫിനിഷൻ 64K ക്യാമറയുടെ റെസൊല്യൂഷൻ ആണ്. അങ്ങനെയുള്ള വാക്കുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. വെച്ചിട്ട് നമുക്ക് വ്യത്യാസം വരും. പിന്നെ സാർ ഇതില് ഇംഗ്ലീഷില് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അതില് പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? പക്ഷെ ബിങ്ങില് നമുക്ക് മലയാളം നടക്കും എന്നുള്ളതാണ്, മറ്റുള്ളതിൽ നടക്കില്ല.
അല്ലേ? ഉം. നമുക്ക് ഐഡിയോഗ്രാമിൽ കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. വേറെയും ടൂളുകളുണ്ട്. പേര് ടൂൾ മിഡ്ജേണി, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ലിയനാർഡോ AI എന്ന് പറയുന്ന ഇഷ്ടംപോലെ ടൂളുകൾ. തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് അല്ലേ? ഐഡിയോഗ്രാം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. മനസ്സിലാക്കാൻ വേണ്ടി അത് പറയുന്ന ഹൈ പൊസിഷൻ AR 3.3:4 സ്റ്റൈൽസ് ഇതൊക്കെ ടെക്നിക്കൽ ടൈമാണ്. 1000 ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. എനിക്ക് കഴിഞ്ഞില്ലല്ലോ പിന്നെ. ബിങ്ങിന് ഇഷ്ടപ്പെട്ടില്ല. ഒരേ സാധനം തന്നെ കൊടുത്തിട്ടേ ബിങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ എന്റെ ടോപ്പിക്ക് മാറ്റാനാ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഒരു മനസ്സുണ്ട് അല്ലേ? നമ്മൾ പൊളിറ്റിക്കലോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ വിവാദങ്ങളായിട്ടുള്ള ഒന്നും കൊടുത്ത തരില്ല. അക്വറിയത്തിനകത്തുള്ള ബെഡ്റൂം എന്നുള്ള രീതിയിലാണ്. പിന്നെ എന്തായാലും we need to move on new topic to chat on. ഇഷ്ടപ്പെടുന്നില്ല. സാർ ഇവിടെ മിന്നെറിയുണ്ട്.
ഇടിവെട്ടും ഏ? മഴ. അതെ, ഇവിടെ ഇടിവെട്ടും മിന്നറിച്ചലും. ഞാന് മഴയുണ്ടല്ലേ? നല്ല മഴയുണ്ട്, ഇടിവെട്ടുണ്ട്, അതെ. മിന്നറിയല്. ഇവിടെ മഴയുണ്ട്, ഇവിടെ മഴയുണ്ട്. ഇന്ന് നിർത്താം വിനോദ് സാറേ, കാരണം ഞാനും പോവാൻ ഞാൻ- തുടങ്ങും. ഞാൻ വേറെ സ്ഥലം വരെ പോകുന്നുണ്ട്. ആ ആ ആ ആ അതാണ് ലീവ് ചെയ്തോട്ടെ. ആ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആ. ചെയ്യാം. ഭയങ്കര ഇടിവെട്ടും മിന്നറിയലും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രവാസം ഒന്ന് വൈൻഡപ്പ് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ എന്നും പറയുന്ന പോലെ സ്ട്രേഞ്ചർ സീക്രട്ട് കേൾക്കുക, 5 പേജ് പുസ്തകം വായിക്കുക. അതോടും പരിഭവം പരാതിയും ഒന്നും ഇല്ലാതെ നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് ശ്രദ്ധിക്കുന്നു. നന്ദി. താങ്ക് യു. Thank you. Hi, all. Welcome to the world of artificial intelligence. Damn.